Hello everyone, ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഒരുപാട് മുതൽ മുടക്കൊന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എന്നാൽ ഒത്തിരി ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ലഞ്ച് റെസിപ്പിയാണ്. ഇതിനകത്ത് നമ്മളൊരു ഫിഷ് ഫ്രൈ ചെയ്യുന്നുണ്ട്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു നല്ല അടിപൊളി ഫിഷ് ഫ്രൈ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഒരു തക്കാളി കറി, തക്കാളിക്കായും മോരും ചേർത്തുള്ള ഒരു നല്ല തക്കാളി കറി, അതുകൂടെ രണ്ടും കൂടെ ചേർത്തുള്ള ലഞ്ചിൻ്റെ റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ തന്നെയൊക്കെ ആയിരിക്കുമ്പോൾ നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസ് ആയിരിക്കുമല്ലോ. ഗസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ 1, 2, 3 കറികൾ കൂട്ടി സിമ്പിളായിട്ടാണ് കഴിക്കുന്നത്. അതായിരിക്കും നമ്മുടെ ആരോഗ്യത്തിന് നല്ലതും. അതിനകത്ത് എല്ലാ വിറ്റാമിൻസും മിനറൽസും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്പർ ഓഫ് ഡിഷസിലല്ലോ കാര്യം, നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയുള്ള ഡിഷസാണ്. ഇപ്പോൾ ഇതിനകത്ത് ഫിഷ് ഉണ്ട്, അത് നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡിഷാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ സിമ്പിൾ ലഞ്ച് റെസിപ്പിയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഹോപ്പ് യു ആർ ഓൾ ഫൈൻ ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. നമ്മൾ ഇന്ന് ഫിഷ് ഫ്രൈക്കായിട്ട് 1 കിലോ പരവ മീനാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി മസാല ഉണ്ടാക്കാനായിട്ട് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഇത് ഒന്ന് കുഴയ്ക്കാൻ വേണ്ടി നമ്മൾ 2 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 ടേബിൾ സ്പൂൺ ഓയിൽ, നമ്മൾ മീൻ വറക്കാൻ ഉപയോഗിക്കുന്ന അതേ എണ്ണ തന്നെ വേണം എടുക്കാനായിട്ട്, പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം. ഇത് ചേർത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ മസാലക്കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മീനിലേക്കൊക്കെ ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ തന്നെ എല്ലാ ഫിഷും നമുക്ക് മസാല തേച്ച് ഒരു 15 മിനിറ്റ് മിനിമം നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ടായിരിക്കണം ഫ്രൈ ഉണ്ടാക്കുന്നത്. എക്സ്ട്രാ ഉള്ള ഫിഷസ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ബാക്കി വേണ്ടുന്നത് മാത്രം വെളിയിൽ വയ്ക്കുക. അത് മാരിനേറ്റ് ആകുന്ന സമയം കൊണ്ട് നമുക്ക് തക്കാളി കറിയുടെ പരിപാടിയൊക്കെ നോക്കാം. അതിനുവേണ്ടി 2 തക്കാളി, ഒരു ചെറിയ മീഡിയം സൈസ് സവാള, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതൊക്കെ ഒരു പാനിൽ എടുത്തിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുകയാണ്. പിന്നെ പൊടികളായിട്ട് 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്ത് തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയുന്നിടം വരെ ഒരു 15 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ബോയിൽ ചെയ്യണം. അടച്ചു വെച്ച് നന്നായിട്ട് തിളപ്പിക്കാം. ആ സമയം കൊണ്ട് അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 പച്ചമുളക്, 2 ചുവന്നുള്ളിയാണ് വേണ്ടത്. ചുവന്നുള്ളി ഇല്ലാത്തതുകൊണ്ട് സവോളയുടെ 2 ചെറിയ കഷ്ണം, 1 കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ജീരകം, ഇത്രയും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്ത് വയ്ക്കണം. അരപ്പ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ സമയം നമ്മുടെ മീനും കൂടെ വറുക്കാനിടാം. എണ്ണ ചൂടാകുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച 2 മീൻ ഇടുകയാണ്. നമുക്ക് 2 പേരുള്ളതുകൊണ്ട് 2 മീൻ മതിയാവുന്നതാണ്. ഇത് 5 മിനിറ്റ് ഒരു സൈഡും പിന്നെ 5 മിനിറ്റ് മറ്റേ സൈഡും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം ഫ്രൈ ചെയ്യുന്നത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഫ്രൈ ആകും കേട്ടോ. മുള്ളും കൂടിയൊക്കെ കഴിക്കാവുന്ന പരുവത്തിൽ ഫ്രൈ ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു. അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്തിട്ട് അരപ്പ് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, കാരണം നമ്മൾ മോരും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ മിക്സി കഴുകി കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതും നമുക്കൊന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് നേരം തിളപ്പിക്കണം. ആ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വരുന്നിടം വരെ തിളപ്പിക്കാം. നമ്മളിവിടെ വെള്ളം ഒഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ചൂടുവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ കറിയുടെ ഇടയ്ക്ക് എപ്പം വെള്ളം ഒഴിച്ചാലും ഏത് കറിയായാലും അത് ചൂടുവെള്ളം ഒഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒത്തിരി മാറാതെ ഇരിക്കും. പച്ചവെള്ളം ഒഴിച്ചാൽ എങ്ങനെയായാലും അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റിൽ നിന്ന് കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ ഇത് 5 മിനിറ്റ് തിളച്ചിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് മോരൊന്ന് 1 കപ്പ് മോര് 1 കപ്പ് തൈര് എടുത്തിട്ട് അതൊന്ന് ഉടച്ച് ചേർക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിന് കടുക് വറുക്കണം. കടുക് വറുക്കാനായിട്ട് വെളിച്ചെണ്ണ ഉപയോഗിക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1/2 ടീസ്പൂൺ വെച്ച് കടുക്, ജീരകം, ഉലുവ ഇതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത് ഇടാം. ചുവന്നുള്ളി അരിഞ്ഞതില്ലെങ്കിൽ മാത്രം സവാള ഉപയോഗിക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് ഫ്രൈ ആകുമ്പോൾ അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് മാറ്റി വെക്കാം. ഇതേ സമയം നമ്മുടെ ഫിഷ് ഫ്രൈ സൈഡിൽ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ മുള്ളും കൂടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന പാകത്തിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ട, മുള്ള് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഫ്രൈ ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് ചോറ് കഴിക്കാം. ചോറെടുക്കുക, അതിലേക്ക് നമ്മുടെ അടിപൊളി തക്കാളിക്കറി ഒഴിച്ചു കൊടുക്കാം. പിന്നെ മീനും കുറച്ച് നാരങ്ങയുമാണ് എടുത്തിരിക്കുന്നത്. ഈ നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയും ഈ പരവ വറുത്തതിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ തക്കാളി കറിയുടെ റെസിപ്പിയും നമ്മൾ വേറെ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഐക്കാർഡിലും എൻഡ് സ്ക്രീനിലും ഒക്കെ കൊടുത്തേക്കാം. കാണാത്തവർ ഒന്ന് കയറി കാണണം. അപ്പം വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ സിമ്പിൾ ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇന്ന് ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. ഉടൻ തന്നെ ഒരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. എല്ലാവരും സുഖമായും സന്തോഷമായും ഇരിക്കണം. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. വിത്ത് ലവ്, മെറിൻ ടീച്ചർ.